വാങ്ങിയിട്ട് വരെ എന്താന്ന് പറയേ ഞാൻ വേഗം വാങ്ങിയിട്ട് വരാം. ആദ്യം തരാം. എന്തായാലും മെനക്കെട്ട് പോയത്തോളം മടിയല്ലേ. അങ്ങനെ വൈഫും മോനും സർപ്രൈസായിട്ട് കേക്കൊക്കെ ആക്കി തന്നപ്പം ഞാൻ വിചാരിച്ചെന്നാൽ മൊത്തത്തിൽ അങ്ങോട്ട് ബർത്ത്ഡേ ആഘോഷിക്കാം. ഞാൻ ദമ്മാമി ബീച്ചിൽ വന്നതാണ്. ഷെസിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഷെസിൻ പറയുന്നത് നല്ല പാങ്ങുണ്ട്, എല്ലാ ദിവസവും വരണമെന്നാണ് പറയും. അങ്ങനെ കുറച്ച് കടൽക്കാറ്റിൽ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വേറൊരാളുണ്ട് കേട്ടോ. നിങ്ങൾ മനുഷ്യന്മാർക്ക് മാത്രമേ ഇതൊക്കെ ആസ്വദിച്ചാൽ മതിയോ, എനിക്കും ബീച്ചൊക്കെ കാണണ്ടേ എന്നുള്ള രീതിയിൽ ഒരാളിവിടെ ഇരിപ്പുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പൂച്ച. ഷെസിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഷെസിൻ പറഞ്ഞ നല്ല പാങ്ങുണ്ട്, നമുക്ക് ഇതിനടുത്ത് വീട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, അതാണ് നിന്നോട്ടെ, നമ്മുടേതല്ലാന്ന് പറഞ്ഞു. ഷെസിൻ കളിക്കുന്നതൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു പേടിയില്ല ആ പൂച്ചക്ക്. ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറേ ഈത്തപ്പഴം പഴുത്തിരിക്കുന്നുണ്ട്, നല്ല റെഡ് കളർ ഈത്തപ്പഴം. ഞാൻ യെല്ലോ കളർ തന്നിട്ടുണ്ടോ, പക്ഷേ റെഡ് കളർ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങളത് നോക്കി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വേണമെന്ന് തോന്നിയോണ്ടാന്ന് തോന്നുന്നു രണ്ടാൾ ഞങ്ങൾക്ക് അവർ പറിക്കുന്നതിന് തന്നു റെഡ് കളർ ഈത്തപ്പഴം. നല്ല കുറച്ച് കൊല ഞങ്ങൾക്ക് കിട്ടി. ആദ്യമായിട്ടാണ് ഇങ്ങനെ കൊലയോടുകൂടി ഈത്തപ്പഴം കിട്ടുന്നത്. നേരം കഴുകി തിന്നു നോക്കാം. നല്ല മധുരമുണ്ട്, നല്ല മധുരമില്ല ഈത്തപ്പഴം ആട്ടെ ഇത്. റെഡ് കളർ നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ അതും കൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോയി കുറച്ച് ബ്രോസ്റ്റ് ഓർഡറാക്കി. ഏതായാലും ബർത്ത്ഡേ പാർട്ടി ഇങ്ങനെ ക്ലോസ് ചെയ്തു.